ശത്രുവാമെന്നെ ദൈവം മിത്രമാക്കിയേ. രക്തവും ചിന്തി യേശു എന്നെ രക്ഷിപ്പാനായി. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. കാൽവരി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത. ശത്രുവാമെന്നെ ദൈവം മിത്രമാക്കിയേ. രക്തവും ചിന്തി യേശു എന്നെ രക്ഷിപ്പാനായി. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ സൗഖ്യമായി, ഘോര വിപത്തുകളിൽ എന്നെ ശാശ്വത ഭുജങ്ങളാൽ മാറോടണച്ചിടും. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. എൻ്റെ ശുശ്രൂഷയുടെ അടിസ്ഥാനം ക്രൂശിലെ സ്നേഹമാകുന്നു എന്ന D.L. മൂഡിയുടെ പ്രസ്താവനയോട് ചേർന്ന് ക്രൂശിൽ കൂടി വെളിപ്പെടുത്തിയത് സ്നേഹത്തിൻ്റെ സന്ദേശമാകുന്നു എന്ന് ചിന്തിക്കുകയുണ്ടായി. തുടർന്ന് ക്രൂശ് നമുക്ക് വെളിപ്പെടുത്തിയത് ഐക്യതയുടെ സന്ദേശമാണ്. ക്രൂശിൽ നടന്ന യാഗത്തിൽ സംഭവിച്ചത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് ഐക്യപ്പെടുത്തുന്ന നിരപ്പിൻ്റെ ശുശ്രൂഷയാണ്. സകലതും ഒന്നായി ചേർക്കുക എന്നതായിരുന്നു ക്രിസ്തുവിൻ്റെ ഉദ്ദേശം. ക്രൂശിൽ കൂടി ലഭിച്ച ഐക്യതയെക്കുറിച്ച് എഫേസ്യർ 2:13 വാക്യങ്ങളിൽ പറയുന്നത്, ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ ക്രൂശിൽ വച്ച് ദൂരസ്ഥരായവരെ സമീപസ്ഥരാക്കുകയും വേർപാടിനെ നടിച്ചവർ ഇടിച്ചു കളഞ്ഞ് ഇരുപക്ഷത്തെയും ഒന്നാക്കുകയും ശത്രുത്വം ഇല്ലാതാക്കുകയും ചെയ്തു എന്ന. ഭീരുവായ പത്രോസിനെയും അവിശ്വാസിയായ തോമസിനെയും ചുങ്കക്കാരനായ മത്തായിയെയും പാപിനിയായ ശമരി സ്ത്രീയെയും എല്ലാം ഒരുമിച്ച് ചേർത്തത് ക്രൂശിലെ യാഗമാണ്. അന്ത്യ അത്താഴത്തോട് ചേർന്ന് നടത്തിയ കാൽകഴുകൽ ശുശ്രൂഷ യോഹന്നാൻ 13-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. അത്താഴ സമയത്ത് പിശാച് ശിമോൻ്റെ മകനായ യൂദ ഇസ്കരിയോത്താവിൽ പ്രവേശിച്ച് കർത്താവിനെ കാണിച്ചു കൊടുപ്പാൻ തോന്നിച്ചിരുന്നു. യോഹന്നാൻ 13:2. ഇതെല്ലാം അറിയാമായിരുന്നിട്ടും യേശു ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം സ്നേഹിക്കുകയും യൂദ ഉൾപ്പെട്ട 12 ശിഷ്യന്മാരുടെയും കാൽ കഴുകുകയും ചെയ്തു. തന്നെ ഒറ്റക്കൊടുക്കുവാനായി 30 വെള്ളിക്കാശ് കൂലിയായി വാങ്ങിയ യൂദയെയും തൻ്റെ കൂട്ടായ്മയിൽ നിലനിർത്തുവാൻ യേശു തയ്യാറായി. ക്രൂശിന് മാത്രമേ ശത്രുവിനെയും ചേർത്ത് നിൽപ്പാൻ സാധിക്കൂ. കൊന്നും കൊലവിളിച്ചും ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ ക്രൂശിന് മാത്രമേ കഴിയൂ. ഐക്യതയുടെ ഈ സന്ദേശം ലോകത്തിൽ ഘോഷിക്കുവാനാണ് വിശ്വാസ സമൂഹത്തെ ഇവിടെ ആക്കിയിരിക്കുന്നത്. ഐക്യതയുടെ സന്ദേശവാഹകരായി തീരുവാൻ ക്രിസ്തുവുമായിട്ടുള്ള ഐക്യത അനിവാര്യമാണ്. ക്രൂശിൽ കൂടി നമുക്ക് ലഭിക്കുന്നത് ശുദ്ധീകരണത്തിൻ്റെ സന്ദേശം കൂടിയാണ്. ക്രൂശ് മാത്രമാണ് ഏതു പാപിയെയും പരിശുദ്ധനാക്കുന്നത്. കർത്താവിനോടുകൂടി ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിൽ ഒരുവനെ ശുദ്ധീകരിച്ചത് ക്രൂശിൽ നിന്നുയർന്ന സന്ദേശമാണ്. ക്രൂശ് നമ്മുടെ കടങ്ങൾ എല്ലാം ഏറ്റെടുക്കുന്നു. ഫ്രാൻസിലെ ചക്രവർത്തിയായിരുന്ന നെപ്പോളിയനെക്കുറിച്ച് ഒരു കഥ ഉണ്ട്. നെപ്പോളിയൻ്റെ നേതൃത്വത്തിൽ വിദേശമണ്ണിൽ യുദ്ധം നടന്നുകൊണ്ടിരുന്ന കാലം നെപ്പോളിയൻ പതിവ് പോലെ രാത്രിയിൽ വേഷപ്രച്ഛനായി പട്ടാള ക്യാമ്പുകൾ സന്ദർശിക്കുന്നു. ഒരു ചെറിയ കൂടാരത്തിലെ മങ്ങിയ വെളിച്ചം കണ്ട് നെപ്പോളിയൻ അതിൽ പ്രവേശിച്ചു. ഒരു പട്ടാളക്കാരൻ തലകുനിച്ച് നിശ്ചലനായി ഇരിക്കുന്നു. മുൻപിൽ തുറന്നു വച്ചിരിക്കുന്ന ഡയറിയിൽ തൻ്റെ ഭവനത്തിലേക്കുള്ള ഒരു സന്ദേശവും എഴുതി വച്ചിട്ടുണ്ട്. ആ സന്ദേശം നെപ്പോളിയൻ വായിച്ചു. എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ലഭിച്ച ഒരു സന്ദേശം എന്നെ ഭയഭ്രാന്തനാക്കിയിരിക്കുന്നു. സ്വന്തം നാട്ടിൽ കടക്കാർ ഭാര്യയെ ഞെരുക്കുന്നു. കടം വീട്ടുവാൻ മാർഗമില്ല. ഇനി ആത്മഹത്യയല്ലാതെ വേറൊരു മാർഗവും എൻ്റെ മുൻപിൽ ഇല്ല. ആ ഡയറിയിൽ നെപ്പോളിയൻ എഴുതി, ഫ്രാൻസിലെ ചക്രവർത്തി നിൻ്റെ എല്ലാ കടവും ഏറ്റെടുത്തിരിക്കുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്യുവാൻ തയ്യാറായി പട്ടാളക്കാരൻ എഴുന്നേറ്റു.
തൻ്റെ ഡയറിയിൽ എഴുതിയ കുറിപ്പിലേക്ക് വീണ്ടും കണ്ണോടിച്ചു. അവിടെ ഫ്രാൻസിലെ ചക്രവർത്തിയുടെ ഒപ്പോടുകൂടിയ ഒരു സന്ദേശം കണ്ട് പട്ടാളക്കാരൻ ആശ്ചര്യപ്പെട്ടു. എൻ്റെ കടം വീട്ടുവാൻ എൻ്റെ ചക്രവർത്തി തയ്യാറായിരിക്കുന്നു. അതേ, നമ്മുടെ എല്ലാ പാപക്കടവും ഏറ്റെടുത്ത് നമ്മെ ശുദ്ധീകരിപ്പാൻ യേശു ക്രൂശിൽ യാഗമായി. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ക്രൂശ് നമുക്ക് നൽകുന്ന സന്ദേശം ആണ് ശുദ്ധീകരിക്കപ്പെടുക എന്നത്. വിശുദ്ധി നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ധാർമ്മികമായി അധപ്പതിച്ച യുവതലമുറ. പീഡനത്തിൻ്റെ കഥകൾ മാത്രമാണ് എവിടെയും. രാസലഹരിക്കടിപ്പെട്ട് അനേക യുവാക്കന്മാർ ജീവിതത്തെ നശിപ്പിക്കുന്നു. അശുദ്ധിയിൽ നിന്ന് സമൂഹത്തെ വിശുദ്ധിയിലേക്ക് നയിപ്പാൻ ക്രൂശിൽ നിന്നുള്ള വചനത്തിന് മാത്രമേ കഴിയൂ. അതിൻ്റെ വാഹകരായിരിക്കാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. കാൽവറി ക്രൂശിലെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസി ക്രൂശിൻ്റെ വചനമാകുന്ന വിശുദ്ധിയുടെ സന്ദേശം വഹിക്കുവാൻ തയ്യാറാകണം. അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ക്രൂശിലെ സന്ദേശം ഉൾക്കൊണ്ട് ദൗത്യം നിർവഹിപ്പാൻ നമുക്ക് ഒരുങ്ങാം. കർത്താവെ, ക്രൂശിൻ്റെ വചനം ഉൾക്കൊണ്ട് സ്നേഹത്തിൻ്റെയും ഐക്യതയുടെയും ശുദ്ധീകരണത്തിൻ്റെയും സാക്ഷ്യവുമായി എൻ്റെ ദൗത്യം നിർവഹിപ്പാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. സ്നേഹമെന്നെ നിർബന്ധിക്കുന്നതാ എന്നെ